സ്റ്റോറി ഗേളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോന്നി ആനക്കൊട്ടിലാണ്. അപ്പോൾ അവധിയൊക്കെയാണ്. അത് കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ ട്രിപ്പിന് ഇറങ്ങിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അവധിയുള്ള സമയങ്ങളിൽ കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ്. ഇവിടെ ഒത്തിരി ആനക്കുട്ടന്മാർ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. അപ്പം ആനക്കുട്ടങ്ങളുടെ വിശേഷങ്ങളെല്ലാം നിങ്ങളിലേക്ക് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് കോടനാട് നീലകണ്ഠൻ അല്ലെങ്കിൽ കോന്നി നീലകണ്ഠൻ. 2018 വിക്രം എന്ന കാട്ടാനെ പാലക്കാട് വിറപ്പിച്ച വിക്രം എന്ന കാട്ടാനയെ തളച്ച കൊമ്പൻ. ഇവൻ്റെ ഈ വീഡിയോ ഇടുമ്പോൾ ഒരു വിഷമകരമായ കാര്യം കൂടി പറയാനുണ്ട്. ഇവൻ ഇന്ന് ജീവനോടെ ഇല്ല. ഒരു പക്ഷേ ഇവൻ്റെ വീഡിയോ എടുത്ത അവസാനത്തെ യൂട്യൂബർ ചിലപ്പോൾ ഞാനായേക്കാം. സുഖമില്ലാത്തതിനാൽ ഡോക്ടർമാർ പരിശോധിക്കാൻ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കുങ്കിയാനായിരുന്ന നീലകണ്ഠൻ നടക്കുമ്പോൾ കാലിന് നീര് വരുന്നതിനാലാണ് കോന്നിയിലേക്ക് വിശ്രമ ജീവിതത്തിന് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവനിവിടെ എത്തിയിട്ട് 3 കൊല്ലം. കുറച്ച് ദിവസങ്ങളായി ആഹാരം കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ നിൽക്കുന്നുണ്ട്. സൗണ്ട് ഉണ്ടോ? ഇത് കൊച്ചയ്യപ്പൻ. കൊച്ചയ്യപ്പന് വയസ്സ് 2 ആയിട്ടേ ഉള്ളൂ. ഇവൻ കോന്നി സുരേന്ദ്രന് പിൻതലമുറയായി വരും എന്ന് എല്ലാവരും വാഴ്ത്തിപ്പാടുന്ന കൊച്ചയ്യപ്പൻ എന്നറിയപ്പെടുന്ന ആനയാണ്. 19/8/2021 റാന്നി ഡിവിഷനിലെ കൊച്ചാണ്ടി കിളിയെറിഞ്ഞാൻ കല്ലിൻ്റെ ഭാഗത്ത് നിന്നും ലഭിച്ച കുട്ടിക്കൊമ്പനാണ് ഈ കൊച്ചയ്യപ്പൻ. കൊച്ചയ്യപ്പൻ്റെ പാപ്പാനാണെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം തുമ്പിക്കൈയും കയ്യും ഒക്കെ പിടിച്ച് കുറച്ച് നേരം നിന്നു. അതിനുശേഷം അദ്ദേഹം ആനയ്ക്ക് വിശക്കുന്നുണ്ട് എന്ന സംശയത്താലാണെന്ന് തോന്നുന്നു കുറച്ച് അപ്പുറത്തേക്ക് പോയി കുറച്ച് പുല്ലുകളുമൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ കൊച്ചയ്യപ്പൻ ഈ കൂട്ടിൽ വിശാലമായി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള ആനകളുടെ കാഴ്ചകളിലേക്ക് കടക്കാം. കോന്നിയിലെ ഏറ്റവും പ്രായമായ ആനയാണിത്. ഇതിൻ്റെ പേര് പ്രിയദർശിനി. അത്യാവശ്യം കുറച്ച് കുറുമ്പൊക്കെ ഉള്ള ഒരാന. 1992 ഇവിടേക്ക് എത്തിയ ആനയാണ് ഈ പറയുന്ന പ്രിയദർശിനി. പ്രിയദർശിനിക്ക് ഇപ്പോൾ പ്രായം 40 വയസ്സ്. ഈ ആനകളുടെ തലകുലുക്കലും തുമ്പിക്കൈയൊക്കെയുള്ള ഓരോരോ അഭ്യാസങ്ങളും ഒക്കെ കാണുമ്പോഴും നമ്മൾ ഈ ആനകളെ നോക്കി കുറേ നേരം വെറുതെ നിന്നു പോകും. അടുത്ത ഈ കാണുന്ന ആനയാണ് ഇവ. 2003 ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ പ്രായം 22 വയസ്സ്. ഈ കാണുന്ന ആനയുടെ പേരാണ് മീന. മീനയ്ക്ക് 33 വയസ്സാണ്. 1991 കോന്നിയിലേക്ക് എത്തിയത്. അത്യാവശ്യം സൈലൻ്റായിട്ട് നിൽക്കുന്ന ഒരാന കൂടിയാണ് ഇത്. ഈ കാണുന്നതല്ല കേട്ടോ, ഇത് പ്രിയദർശിനിയാണ്. ഇപ്പുറത്ത് കാണുന്ന നമ്മുടെ ഈ നിൽക്കുന്ന ആനയാണ് മീന. മീനയുടെ വാല് മാത്രം മൊത്തം നരച്ചിരിക്കുന്നതായിട്ട് ഒരു ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ.
മീനയ്ക്ക് മാത്രമേ ഈ ഒരു നര കണ്ടുള്ളൂ, മറ്റാനകളിൽ നിന്നും വ്യത്യാസമായി. എന്തായാലും മീനെ കാണാൻ നല്ല ലുക്ക്, അടിപൊളി, നല്ല ഉരുണ്ടിരിക്കുന്ന നല്ല തലയെടുപ്പുള്ള ഒരു ആന തന്നെയാണ് എന്ന് പറയാം. നമുക്ക് വരുന്ന ഓരോ കാഴ്ചക്കാർക്കും ആന ഓരോരോ അനുഭവങ്ങളാണ് തരുന്നത്. ദൂരെ നിന്ന് ഫോട്ടോ എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും ആനകളെ ശരിക്കും ഇന്ന് കാണാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഇതിനെ അങ്ങോട്ട് ഉപദ്രവിക്കരുത് എന്നു മാത്രമേ കാണാൻ ചെല്ലുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചും, എനിക്ക് മാത്രമല്ല ഫോറസ്റ്റുകാർക്കും നാട്ടുകാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും, ആനപ്രേമികളായിട്ടുള്ള മിക്ക ആൾക്കാർക്കും ഇത് മാത്രമേ പറയാനുള്ളൂ. കാരണം വേറൊന്നുമല്ല, അതിനെ കാണുമ്പോൾ ശബ്ദമുണ്ടാക്കി അതിനെ ഭയപ്പെടുത്താനായി നിൽക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ ആനക്കൂട്ടിലേക്ക് സാഹസം കാണിച്ച് ചെന്ന് കയറാനോ സെൽഫി എടുക്കാനായി അടുത്ത് നിൽക്കുകയോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വലിയ കല്ലല്ലേ ഇത് കെട്ടിയിട്ടേക്കുന്നത്. 31 വയസ്സ്. ഏത് നീലകണ്ഠനെ ഇപ്പം കൊണ്ടുപോയത്, താഴോട്ട് കൊണ്ടുപോയത്. ഈ കാണുന്ന ആനയുടെ പേര് കൃഷ്ണ എന്നാണ്. നല്ല തലയെടുപ്പുള്ള, കൊമ്പുകൾ ചീകി മിനുക്കി നല്ല നിവർന്ന് നെടുവീർത്ത് നിൽക്കുന്ന നല്ല വിളഞ്ഞ കൊമ്പൻ. കോന്നി സുരേന്ദ്രൻ്റെ പിൻതലമുറക്കാരായി ഇങ്ങനെ വളർന്നു വരുന്ന 2 കുട്ടിക്കൊമ്പന്മാരാണ് ഇവിടെയുള്ളത്. ഒന്ന് കൊച്ചയ്യപ്പനും ഒന്നതായി കൃഷ്ണയും. ആര് നിന്നാലും എനിക്കൊരു കൂസലുമില്ല, എൻ്റെ ആഹാരം എനിക്ക് വേണം, അതുപോലെ തന്നെ ബാക്കിയുള്ളവർ എന്നെ ശല്യം ചെയ്യാൻ നിൽക്കരുത് എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കഴിപ്പ്. എന്തായാലും ഇദ്ദേഹം ഫുഡ് കഴിക്കുന്നത് കാണാൻ, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് കാണാൻ കണ്ടു നിൽക്കാൻ തന്നെ വല്ലാത്തൊരു രസം തോന്നി. ഇഷ്ടമല്ലാത്തത് പുറകിലേക്ക് വലിച്ചെറിഞ്ഞും ഈച്ചകളെ അടിച്ചോടിച്ചും പതുക്കെ കാല് വെച്ച് ചവിട്ടി വലിച്ചു തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടിയെടുത്ത് വലിച്ചു മുറുക്കി കഴിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. എന്തായാലും ഞങ്ങൾ ഈ ഒരു ആനയുടെ മുന്നിൽ കുറേ നേരം നിന്ന് കാഴ്ചകൾ കണ്ടു. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈച്ച കടിക്കുന്നത്. കൊച്ചയ്യപ്പൻ കുഞ്ഞിലേ കിടന്ന കൂടാണിത് കേട്ടോ. പിന്നീട് വിവരിക്കാനൊന്നുമില്ല, പകരം കാഴ്ചകളാണ്. ആനകളുടെ പല രൂപങ്ങൾ പല രീതികളിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അത് അതായത് മ്യൂസിയം മാത്രമല്ല, ഇപ്പുറത്ത് ആനകളുടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ തടിയിലും കച്ചിയിലും ഒക്കെ കൊത്തി വെച്ചിരിക്കുന്ന രൂപങ്ങളും, അപ്പുറത്ത് ആനപ്പല്ല്, ആനക്കെണികൾ ഒഴുകിയിരുന്ന പഴയ കാലഘട്ടത്തിലെ ആയുധങ്ങൾ, ആനയുടെ കൊമ്പ്, ആനയുടെ അസ്ഥികുടം, അങ്ങനെ പോകുന്നു ആനയുടെ കാഴ്ചകൾ.